കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാധ്യമല്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം അർപ്പിച്ചെന്നാൽ മന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം അർപ്പിച്ചെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. നാലും നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. നാലും നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ വിശ്വസിച്ചവർ പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ ഹല്ലേലൂയ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോലെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തി സ്തുതിക്കുന്നു. ഈശോ 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 നയിച്ച എല്ലാ വഴികളെയും വഴികൾ പുത്തൻ കാഴ്ചകളിലൂടെ പുത്തൻ കാഴ്ചപ്പാടുകളിലൂടെ ലോകമെമ്പാടും ഏഞ്ചൽസ് ആർമിയെ നയിക്കുവാൻ പോകുന്ന അങ്ങനെ അത്ഭുതകരമായ കരങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചെങ്കടൽ രണ്ടാക്കിയ കർത്താവേ, നിനക്കിത് സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളിലൂടെ അങ്ങ് തന്ന എല്ലാ പ്രവചനങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം നടക്കും, ഇതെല്ലാം പ്രാവർത്തികമാകും. വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു. നിനക്ക് എല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാണുന്നു ഞാൻ ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നന്ദി പറയാം. താങ്ക് യു. Take the mic, please. Okay. ഇനി നമ്മൾ അടുത്ത ഒരു ഗ്രൂപ്പ്, വളരെ വിശദമായ ഒരു ഗ്രൂപ്പിലേക്ക് നീങ്ങുകയാണ്. ഇതിൽ 2 ഭാഗമാണ് ഈ ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഈ ആദ്യത്തെ ദിവസം മുതൽ നിങ്ങൾ കേട്ട കാര്യങ്ങളിൽ എന്താണ് നിങ്ങളെ ഓരോരുത്തരെയും കൂടുതൽ സ്പർശിച്ചത്, ആകർഷിച്ചത്, പുതിയ ബോധ്യം കിട്ടിയത്, അത് ഓരോരുത്തരും ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് അതിനെ ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കണം. അതാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഓരോരുത്തരിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പ്രവചനപരം, ഇപ്പോൾ നമ്മൾ പ്രവചനപരം ആക്ടിവേറ്റ് ആയത് കണ്ടോ? ഇത് നമ്മളിലെല്ലാം ആക്ടിവേറ്റ് ആണ്, നിങ്ങളിൽ ഇത് വരുന്നുമുണ്ട്. പക്ഷെ നമുക്കൊന്ന് ധൈര്യപൂർവം അങ്ങ് വായ തുറക്കണം. തുറക്കുമ്പോൾ അതൊന്ന് സംഭവിക്കുകയാണ്. അപ്പം അത് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താലേ നടക്കുള്ളൂ. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഇപ്പം ഞാൻ ഇവിടുന്ന് പറയുന്നുണ്ട്, ആർക്കോ ദർശനം കിട്ടണമെന്ന് പറഞ്ഞാൽ അത് ദർശനം കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല, അത് എനിക്കായിരിക്കില്ല, അത് വേറെ ആൾക്കായിരിക്കും, ഞാനാവില്ല ഇങ്ങനെ. അപ്പോൾ ഈ ട്രെയിനിങ് സ്റ്റേജിൽ ദാറ്റ് ഈസ് അലൗഡ്. നമുക്കങ്ങനെ സംശയം ഉണ്ടാകാം, എന്നാലും അങ്ങ് പറഞ്ഞോളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിൽ ഇന്ന് നിങ്ങളിത് ചെയ്യണം. ഇനി ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇനി ഗ്രൂപ്പ് വേറെ ഉണ്ടാകാൻ സമയം ഉണ്ടാവില്ല, നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു എൻവിറോൺമെൻറ്റിൽ പരിശുദ്ധാത്മാവും നമ്മളെ ഈ പ്രവചനപരത്തിൻ്റെ ഇന്നലെ എന്തോരം ക്ലാസ് പ്രവചനത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. നിങ്ങൾ ഇന്നേ വരെ പ്രവചനപരത്തെക്കുറിച്ച് ഇത്രയും ക്ലാസ് കേട്ടിട്ടുണ്ടോ? വേറെ എവിടെ നിന്നും കേൾക്കില്ല, ലോകത്തിലെവിടെയും കേൾക്കില്ല. ഇത് ഞാൻ ഇതുമായിട്ട് പറയല്ല, ഇത്രയും പ്രവചനപരത്തിൻ്റെ ആ കോൺസെപ്റ്റിനെ ഇതുപോലെ ക്രോഡീകരിച്ച് പഴയ നിയമത്തിലെ ഈ 3 പ്രവാചകരിലൂടെ പോർസലേം പണിത പോലെ
പുതിയ നിയമത്തിൽ എല്ലാവരെയും പ്രവാചകരാക്കിക്കൊണ്ട് ഒരു വലിയ പുതിയ ഓർസ്ലേം പണിയാനാണ് കർത്താവ് പ്രവചനവരെ എല്ലാവർക്കും തന്നേക്കുന്നത്. ഇതാണ് ഇതിന്റെ രഹസ്യം. പക്ഷെ നമ്മളിങ്ങനെ ഇരിക്കാണ്. ആര് പണിയും? പണിയുന്നോർസ്ലേം നഗരീത. അപ്പൊ നമ്മളിലുള്ള പ്രവചനവരം തുറന്നാൽ മാത്രമേ ലോകം മുഴുവനിലും ഒരു ചലനമുണ്ടാകുള്ളൂ. മനസ്സിലായോ? എന്നെ കൊണ്ട് വേറെ ഒന്നും ചെയ്യിപ്പിക്കണില്ല ഇപ്പൊ കർത്താവ്. ഇപ്പൊ നാളെ ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും വേറെ രാജ്യത്താണ്, ഭൂഖണ്ഡത്തിലാണ്. അവിടെ ചെന്നാൽ ഉടനെ പ്രവചനമാണ്. പിറ്റേ ദിവസം അയർലൻഡിലാണ്. അവിടെ ചെന്നാൽ വീണ്ടും പ്രവചനവരത്തെ കുറിച്ചുള്ള സെമിനാറുകളാണ്. ഓരോരുത്തരും അത്ഭുതം പറയാൻ. ആദ്യത്തെ ഈ പ്രവചനത്തിന്റെ വർക്ക്ഷോപ്പിലൊക്കെ എനിക്കുണ്ടായ ഒരു അനുഭവം, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് അതുപോലെ ശക്തമായ പ്രവചനം പറഞ്ഞു. ഷേളി ഓർക്കുന്നുണ്ടോ? ഓസ്ട്രിയയിൽ നിന്ന് വരുന്ന 3 ബ്രദേഴ്സ്, അതിലൊരുത്തനെ അവരങ്ങ് തഴഞ്ഞിട്ടേക്കണ ആളാ. അവന് സുഖമില്ല, അവന് ഇച്ചിരി മെന്റലാണെന്നൊക്കെ പറഞ്ഞു. മറ്റുള്ളവരൊക്കെ വലിയ ഹീറോകളാണ്. പക്ഷെ ഇവരെ എഴുന്നേറ്റ് നിന്ന് പ്രവചിക്കാൻ തുടങ്ങി. എല്ലാവരും അന്തം വിട്ടു. ഇവൻ പ്രവചിക്കണോ? ആ ക്ലാസ്സിൽ എടുക്കാനുണ്ട് നമ്മുടെ. ഏത്? സാവൂളും പ്രവചിക്കണോ? ഒരു പ്രവാചക ഗണം എന്റെ അടുത്തേക്ക് ചെന്നപ്പോ സാവൂളും പ്രവചിക്കാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് ബിക്കം എ സേയിങ്, സാവൂളും പ്രവാചകനും. എനിവേ, അപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാണ്, ഐ ആം കൺവിൻസ്ഡ്. ഞാനിത് 10-30 വർഷമായിട്ട് എന്നിൽ ഉണ്ടായിരുന്ന വരം, പക്ഷേ ഞാനിത് അധികം ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. ഈ കൊറോണ കാലഘട്ടത്താണ് കർത്താവ് പറഞ്ഞത് ഈ പ്രവചനം വരം നീ ഉപയോഗിക്കുക. അങ്ങനെയാണ് എല്ലാ ദിവസവും എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് പ്രവചിക്കാൻ തുടങ്ങി. എന്തോ ഒരു വലിയ കാര്യങ്ങളാണ് അതിലൂടെ നടന്നേക്കണെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഷോർട്ട് കട്ടാണ് പ്രവചനവരം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതങ്ങ് സംഭവിക്കുകയാണ്. എന്താണ് സംഭവിക്കണു? എന്താണ്? പിതാവ് സകലതും തൻ്റെ 2 കരങ്ങളിലൂടെ ചെയ്യുന്നു. എന്താണ് 2 കരങ്ങൾ? യേശുവും പരിശുദ്ധാത്മാവും. ഇതാണ് പ്രവചനം. ശബ്ദം ഉണ്ടാകണം. ഉണ്ടായാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇപ്പോ നമ്മൾ അത് വീണ്ടും എക്സർസൈസ് ചെയ്യാൻ പോവാണ്. ഒന്നില്ലെങ്കിൽ ആദ്യം നിങ്ങൾ പ്രവചനപരം എക്സർസൈസ് ചെയ്യാം. അത് ചെയ്യാം. ആദ്യം പ്രവചനപരത്തിന്റെ വർക്ക്ഷോപ്പ് ചെയ്യണം ഒന്നുകൂടി. അപ്പോൾ ഒരാളുടെ പേരിൽ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ പ്രവചനപരം അഭിഷേകമാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ആൾക്കൊരു സമയം കൊടുക്കുക. പ്രവചിക്കൂ. ആളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യൂ. യു സ്പീക്ക്. എന്താണ് മനസ്സിൽ വരുന്നതൊക്കെ പറയൂ. പറഞ്ഞോളൂ എന്ന് പറഞ്ഞങ്ങ് തള്ളണം. പുറത്ത് 2 അടിയെ കൊടുക്ക്. മുട്ടുവിൻ, തുറക്കപ്പെടുന്ന പറഞ്ഞ ഒന്ന് മുട്ടിക്കോ. മുട്ടാൻ പറഞ്ഞു. എവിടെ മുട്ടണം? എവിടെയെങ്കിലും ഒന്ന് മുട്ടു എന്ന് പറഞ്ഞ വചനം ഉണ്ടോ ഇല്ലയോ? മുട്ടണോ? അപ്പോ എവിടെ മുട്ടണം? അങ്ങനെയൊക്കെ ചെയ്യ്. അപ്പട്ടപ്പ എന്ന് പറഞ്ഞങ്ങ് പറയും. വചനത്തിൽ വിശ്വസിക്കാന്ന് പറഞ്ഞ അതാ. എന്താ നീ ചെയ്യണേ? മുട്ടുവിൻ. ചെയ്ത് നോക്ക്. ഈശോ പറഞ്ഞേക്കാണ്, വള്ളിയും പുള്ളിയില്ലാണ്ട് എന്റെ വചനം പൂർത്തിയാക്കും. മുട്ട്. പെട്ടെന്ന് അങ്ങ് പറയാൻ തുടങ്ങും. പറഞ്ഞു ഒരുപാട് എന്താ ഞാൻ ഈ പറഞ്ഞത്? ഇത് വലിയ കാര്യമുണ്ട്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതാണ് പ്രവചനം. അത് മനസ്സിലല്ല വരുന്നത്. ഇത് പ്രത്യേകം ഓർക്കണം.
നമ്മളത് മനസ്സിലൊരാശയം വരുമ്പോൾ പറയാമെന്ന് വിചാരിക്കാം. നോ, ഡോണ്ട് വെയിറ്റ് ഫോർ ഇറ്റ്. മനസ്സിൽ വരില്ല, അത് അധരത്തിൽ വരുന്നു, അങ്ങനെ പറയുന്നു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങാം. കർത്താവ് അരുളി ചെയ്തു, ഇത് പറഞ്ഞൂടെ? കർത്താവ് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അപ്പൊ തുടങ്ങാനായിട്ട് ഒരു സ്റ്റെപ്പ് ഇതാണ്, കർത്താവ് അരുളി ചെയ്തു. ഇനി കർത്താവ് പറഞ്ഞോളൂ ബാക്കി. അതാണ് ജമ്പ് ഇൻ ടു ദ വാട്ടർ. നീന്തൽ പഠിക്കണോ? കരയ്ക്ക് നിന്നുകൊണ്ട് ഞാൻ പഠിക്കാം എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? അവര് മാസ്റ്റർ നമ്മളെ ജസ്റ്റ് പുഷ് us into the water, ഇല്ലേ? അത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ആദ്യത്തെ റൗണ്ട് പ്രവചനം വേണം. എല്ലാവരും പ്രവചിക്കണം. ദർശനമായിട്ട് വരാം, ശബ്ദമായിട്ട് വരാം, പ്രവചനമായിട്ട് വരാം. ചിലപ്പോൾ ഇപ്പൊ ഈ ഇടയ്ക്ക് സ്കോട്ട്ലൻഡിലാണ്, അത് ഒരു ആഫ്രിക്കൻ ലേഡിയാ. അവർ പറയാണ്, I felt a song coming. It is pushing me to sing that song, a line of song. എനിക്കങ്ങ് ഭയങ്കര ഒരു പുഷ് വന്നു. അതങ്ങ് I then began to sing. അതിങ്ങനെയാണ്, and go and proclaim, അങ്ങനെ ഒരു പാട്ടില്ലേ, Kingdom of God, Kingdom of God has come. Go and tell the whole world, Kingdom of God is at hand, something like that. പറഞ്ഞു വന്നപ്പോ അതൊരു വലിയ പ്രവചനമാണ്. And go and proclaim, Kingdom of God has come. ഇത് ഒരു ഗീതമായിട്ട് വന്നു. അവളങ്ങ് വരക്കാൻ തുടങ്ങി. ആ ഒരാൾക്ക് വേണ്ടി പ്രവചിച്ചതാണത്. ഇനി അവനെന്ത് പറ്റും? അവർ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ പ്രവചനം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയും വരാം. ഒരിക്കൽ എനിക്ക് ഒരു പ്രവചനം വന്നതാണ്, ഒരു ഗീതമായിട്ട്. House to house, door to door, you proclaim my name. House to house, door to door, you proclaim my name. എന്തിനു പറയുന്നത്? അടുത്ത ആഴ്ച മുതൽ ഞാൻ വീട് തോറും എന്നെ കൊണ്ടുപോകാണ്. എവിടെ? ഓസ്ട്രിയയിലും ജർമ്മനിയിലും ഉള്ള ഗ്രാമപ്രദേശങ്ങളിൽ, ഒരു പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വീട് തോറും എന്നെ കൊണ്ടുപോകണം. ഹൗസ് ടു ഹൗസ്, ഡോർ ടു ഡോർ, യു പ്രൊക്ലെയിം. പ്രവചനമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പലതരത്തിൽ പ്രവചനം വരാം. സോ പ്ലീസ് ഡു ഇറ്റ് കേട്ടോ. ഇന്ന് ചെയ്യണം. എല്ലാവരിലും പ്രവചനപരമുണ്ട്. ഉണ്ടോ? ആ അപ്പോസ്തല പ്രവർത്തനം 2:17 ജോയൽ പ്രവാചകന്റെ വചനം നിങ്ങളിൽ പൂർത്തിയായിട്ടുണ്ടോ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു റീകളക്ഷൻ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു കോൺക്രീറ്റൈസ് ചെയ്യണത്. വാട്ട് ഡു യു ടേക്ക് ഹോം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു വലിയ ഒരു സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര കോൺസ്റ്റന്റ് ഒരു വലിയ ബോധ്യം കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടി എത്ര സമയം വേണം? എത്ര സമയം? നമ്മൾ 12 മണിക്കാണ് കുർബാന ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് അരമണിക്കൂർ മുമ്പ് നിർത്തണം ഈ റിപ്പോർട്ടിംഗ് ചെയ്യാനായിട്ട്. അപ്പൊ ഇപ്പൊ മണി 10:50, 10:10 11:30 ഇത് കംപ്ലീറ്റ് ആക്കണം യുവർ പ്രോഗ്രാം. അപ്പോൾ എ ലീഡർ ഷുഡ് മാനേജ് ദ ടൈമിംഗ്. അതിനൊന്ന് ടൈം മാനേജ്മെന്റ് ചെയ്ത് 11:20 കംപ്ലീറ്റ് ആക്കാൻ നോക്കും. 11:20 എന്നിട്ട് നമ്മൾ റിപ്പോർട്ടിംഗ്. എന്നിട്ട് 11:50 എല്ലാം നിർത്തി പിന്നെ നമ്മൾ കുർബാനയ്ക്ക് റെഡി ആവണം. 12 മണിക്ക് ആഘോഷമായ സീറോ മലബാർ ഇന്നലെ ചെല്ലിയമാതിരി എന്താണ് തിയഡോറിൻ്റെ അനാഫർ വെച്ചിട്ട് നമ്മൾ വളരെ ആഘോഷമായിട്ട് കുർബാന അർപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയെല്ലാം ചെയ്തുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നേരത്തെ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രൊഫസർ കാണിച്ചു തന്നതാണ്. അതായത് ഈ കാറ്റഗിസത്തിൻ്റെ ഈ സെക്കൻഡ് എഡിഷൻ കണ്ടു കഴിഞ്ഞാൽ
ഒരു പുരാതന എഡീഷനായിട്ട് തോന്നും, ബട്ട് ദിസ് ഈസ് ദ മോസ്റ്റ് ലേറ്റസ്റ്റ് വൺ. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, ഇതിന്റെ ഇൻഡെക്സിൽ ഓരോ വചനത്തിന്റെയും, അതായത് ഇതിൽ തന്നെയുള്ള സുവിശേഷ ഭാഗങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാറ്റഗിസം റെഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒരു വചനഭാഗം എടുത്തിട്ട് ഒരു ടോക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ, ഇപ്പൊ യോഹന്നാൻ 1:1 വെച്ചുകൊണ്ട് ഒരു ടോക്ക് കൊടുക്കണം. അപ്പൊ ആ യോഹന്നാൻ 1:1 ഇവിടെ നോക്കി ഇൻഡെക്സിൽ നോക്കിയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CCC ഇതിനകത്ത് കിട്ടും. എന്നിട്ട് ആ CCCയിലെ അവിടെ ചെന്നതിന് ശേഷം, ആ പാരഗ്രാഫിൽ ചെന്നതിന് ശേഷം, ആ പാരഗ്രാഫിൽ നിന്ന് 3-4 റെഫറൻസ് അതിന് താഴെ കിട്ടും. അങ്ങനെ ഒരു 10-15 റെഫറൻസ് എങ്കിലും ഓരോ വചനത്തിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാം. അതുകൂടാണ്ട് ഇതിൽ കൊടുത്തിട്ടുള്ള സഭാപിതാക്കന്മാർ ഓരോരുത്തരുടെയും റെഫറൻസ് ഇതിനകത്തുണ്ട്. പിന്നെ ഡോക്യുമെന്റ്സിന്റെ ഉണ്ട്, എല്ലാ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റ്സിന്റെയും ഇങ്ങനെ അപ്പാർട്ട് ഫ്രം ദ ജനറൽ ഇൻഡെക്സ്. അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെ ഒരു ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഇംഗ്ലീഷിലെ ഈ സെക്കൻഡ് എഡിഷൻ ഇതിപ്പോൾ എറണാകുളത്ത് സെന്റ് പോളിൽ അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് പബ്ലിഷ് ഇൻ ഇന്ത്യ ഇൻ ചീപ്പ് റേറ്റ്. എത്ര 350 രൂപയല്ലോ വേണം, 650. അപ്പോൾ അത് ഉപയോഗിക്കണ വളരെ നന്നായിരിക്കും എന്ന് പറയാം. ഓൾ ദോസ് ഹു ആർ വാച്ചിങ് ഇൻ യൂട്യൂബ് ആൾസോ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഓക്കെ. യെസ്, ഓൾറെഡി തീരുമാനിച്ചു പോയി. ലാറ്റിൻ നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടും. ഇവിടെ എനിക്ക് മര്യാദയ്ക്ക് ഒരു കുർബാന ചെല്ലാൻ കിട്ടുന്ന ഒരു ചാൻസാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതെന്നങ്ങ് സമ്മതിക്കും എനിക്ക് വേണ്ടിയിട്ട്. കാരണം ഞാൻ എല്ലായിടത്തും ലാറ്റിൻ രാജ്യങ്ങളിലാണ്. ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യാണ് ഒരു സീറോ മലബാർ കുർബാന അതിൻ്റെ തനി സ്വരൂപത്തിലൊന്ന് അർപ്പിക്കാനായിട്ട്. മനസ്സിലാക്കണം, ഞാൻ നാളെ മുതൽ വേറെ രാജ്യങ്ങളിലാണ്. ഇനി എനിക്ക് 2-3 മാസത്തേക്ക് ഇത് കിട്ടാനില്ല. നിങ്ങൾക്ക് നാളെ പോയി ഇവിടെ എവിടെയെങ്കിലും കൂടാം. എന്ത് പറയണം? അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളിത് സമ്മതിക്കും. ശരിക്കും ഐ ആം റിയലി മിസ്സിങ് ദിസ്. മനസ്സിലാവുന്നുണ്ടോ? എന്ത് ചെയ്യാം? അപ്പോൾ ഒരു സാക്രിഫൈസ്. ഇനി അല്ലെങ്കിൽ എന്നിട്ടും പറ്റണില്ലെങ്കിൽ വൈകുന്നേരം നിങ്ങളുടെ പള്ളിയിൽ പോയിട്ട് ഒരു ലക്ഷ്യം ഞായറാഴ്ച നാളത്തെ എവിടെയും കിട്ടും, സുലഭമായിട്ട് കിട്ടും. പക്ഷെ ഈ സംഭവം സുലഭമായിട്ട് കിട്ടൂല, പർട്ടിക്കുലർലി എറണാകുളത്ത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ചാൻസ് ആണ്. ഓക്കെ, ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ.